நாங்கள் சூரல்மலை வெள்ளாரமலை வில்லேஜில் நாங்கள் தங்கியிருக்கோம். இவ்வளோ காலமாக நாங்கள் அங்கே தான் வேலை செஞ்சு சாப்பிட்டுட்டு இருக்கோம். அதனால எங்களுக்கு 50-60 வருஷமாக இங்கே தான் நாங்கள் குடியிருக்கிறோம். எங்களுக்கு இப்போ உண்டாக்குன எல்லாம் போயிடுச்சு. கவர்மெண்ட்டு பார்த்து எங்களுக்கு ஒரு அனுதாபம் தரலாம். அதுபோல் வீடு வாசம் ஒன்றும் இல்லை. எல்லாம் 26ஆம் தேதி மழை தொடங்கியது வரையும் 29-30ஆம் தேதி வரையும் தொடர்ச்சி மழையாக இருக்குது. 28ஆம் தேதி ராத்திரி 1:30 மணிக்கு அங்கே உள்ள கிராமம் எல்லாத்தையுமே மழை அள்ளிக்கிட்டு போயிடுச்சு. நீங்கள் தான் பார்த்து எல்லா உதவிகளும் எங்களுக்கு செய்யணும். ஓகே அண்ணா வாங்க. உங்கள் பேர் மாடசாமி. சூரல்மலை நீங்கள் வாங்க. காமிக்கிறேன் குடியிருக்கிறேன். പിന്നെ പെരും മഴ പെയ്ഞ്ഞിട്ട് കീരിയിൽ ഉറക്കത്തിൽ ഉരുൾപൊട്ടി വന്നിട്ട് വീടെല്ലാം പോയി. അങ്ങനെ ഓടി കഴിക്കലായിട്ട് 5 മീറ്റർ കൊണ്ട് ഓടി കഴിക്കല. അങ്ങനെ ഒരു ബൈക്ക് കാറ് എൻ്റെ മുതൽ വാച്ച് മുതൽ പൈസ എല്ലാം പോയി. എല്ലാം നിങ്ങൾ തന്നെ എന്നെ രക്ഷിക്കണം. ഞാൻ എവിടെ പോകാന്ന് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് വലിയ നിൽക്കുന്നത് കാത്ത് എല്ലാവരും പോലെ നോക്കണം. ഗവൺമെന്റ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ രക്ഷാദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ, NDR, സൈന്യം, ഇങ്ങനെ നാനാതരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് നിരവധി ആളുകളെ, ഇന്നലെ തന്നെ 400 ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. 468 പേരെ രക്ഷപ്പെടുത്താൻ ഇന്നലെ കഴിഞ്ഞു. ഇന്നിപ്പോൾ വീണ്ടും ആ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യം വന്നിട്ട് ഒരു ബെയിലി പാലം നിർമ്മിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വൈകിട്ടോടുകൂടി ആ പാലം തീരും. അങ്ങനെ പാലം തീർന്നു കഴിഞ്ഞാൽ അക്കരയ്ക്ക് JCBയും ഹിറ്റാച്ചിയും കൊണ്ടുപോയി അടിയിൽ കിടക്കുന്ന മണ്ണ് മാന്തിയെടുത്ത് ഇനി ആരെങ്കിലും അടിയിലുണ്ടോന്നുള്ള പരിശോധന നടത്തും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അടിയിലുണ്ട് അതുകൂടെ പെറുക്കിയെടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളിൽ കിടക്കുന്നവർക്കെല്ലാം നല്ല ചികിത്സാ സൗകര്യം ഏർപ്പാട് ചെയ്ത് അവർക്ക് എല്ലാവിധ ആധുനിക ചികിത്സാ സൗകര്യവും ഉറപ്പാക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഇവിടെ സ്വകാര്യ ആശുപത്രികളെല്ലാം അതിന് സജ്ജമായി. അപ്പോൾ അതിന് യാതൊരു കുറവുമില്ല. പിന്നെ ഇപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞ ബോഡികളെല്ലാം ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കും. തിരിച്ചറിയാത്ത ബോഡികളെല്ലാം ഇപ്പോൾ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കുറേ സമയം കൂടി വയ്ക്കും. ആരെങ്കിലും വരുന്നുണ്ടോ 1-2 ദിവസം കൂടി നോക്കിയതിന് ശേഷം മാത്രമേ, ആരും ഇല്ലാതെ വരുന്നൊരു ഘട്ടത്തിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏർപ്പാട് ചെയ്ത് പിന്നെ അത് ദഹിപ്പിക്കാൻ വേണ്ടി പറയുള്ളൂ. ആ രൂപത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കി ഗവൺമെന്റ് മിഷനറികളെല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമ്പുകളിൽ ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിക്കുന്ന രൂപത്തിലുള്ള എല്ലാ ശ്രമങ്ങളും, പിന്നെ എല്ലാ സന്നദ്ധ സംഘടനകളും നാട്ടുകാരുമെല്ലാം യോജിച്ച് ഇതിനകത്ത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസം എല്ലാവരും യോജിച്ച് ഒരു ടീം വർക്ക് നടക്കുകയാണ്. അതാണ് കേരളത്തിന്റെ ഒരു സംസ്കാരമാണ്.